എം.ആർ. അഭിലാഷ്, അതിലെത്രത്തോളം സാധ്യത അങ്ങ് കാണുന്നുണ്ട്? ഇപ്പോൾ വൈകിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ DGP സ്ഥാനം നൽകാതിരിക്കാനാണ്. ഇതിനിടയ്ക്ക് കോടതിയിൽ പോയി അനുകൂലമായ ഉത്തരവ് വാങ്ങിയെടുത്താൽ അത് സർക്കാരിന് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതിപ്പോൾ നീട്ടിക്കൊണ്ടുപോയി 31 ആകുമ്പോഴേക്കും സ്ഥാനക്കയറ്റം നൽകാതിരിക്കാനുള്ള തീരുമാനം, അത് കാരണം ഇതാണ് എന്ന് പറയുകയും ചെയ്യാം എന്ന രൂപത്തിലേക്ക് അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? മാത്രമല്ല, ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകൾ കൂടാതെ ഈ എം.ആർ. അജിത്കുമാർ ഇങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥരെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എന്നതിന്റെ തെളിവില്ല എന്നതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അതിലൊരു പുനരന്വേഷണം ആവശ്യപ്പെട്ട റിപ്പോർട്ട് നൽകുമ്പോൾ ഈ പറഞ്ഞ കാലതാമസം നമുക്കറിയാമല്ലോ. കഴിഞ്ഞ 23-ന് നൽകിയ റിപ്പോർട്ട് ഈ സമയം 3 ആഴ്ചയ്ക്ക് ശേഷമാണത് പുനരന്വേഷണത്തിന് റിപ്പോർട്ട് തിരിച്ചു നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി എടുക്കുന്ന കാലതാമസവും നമ്മുടെ മുന്നിലുണ്ട്. അതങ്ങനെ നീണ്ടുപോകട്ടെ എന്നുള്ളത് എം.ആർ. അജിത് കുമാറിനെതിരായ നീക്കമായിട്ട് കാണാൻ കഴിയുമോ? അല്ല, നാം ഇതിനെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു DGP തലത്തിലേക്കുള്ള ഒരു പ്രൊമോഷൻ തടഞ്ഞു വെക്കാനും മാത്രമുള്ള ഗൗരവകരമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഡിസിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊസീഡിങ്സ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പെൻഡിങ് ഇല്ല. ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ നേരത്തെ ശ്രീ ഹസ്കർ പറയുണ്ടായി കോടതിയിൽ പോകുന്നതിനെക്കുറിച്ചും അങ്ങനെയൊക്കെ വിശദമായിട്ട് ഒരു UDF സഹയാത്രികൻ ഡിഫെൻഡ് ചെയ്യേണ്ടുന്ന രീതിയിൽ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുണ്ടായി. പക്ഷെ ഒരു ചോദ്യം ഉയരുന്നത് IPC അല്ലെങ്കിൽ BNS പ്രൊവിഷൻസ് എത്ര ഇൻവോക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു അന്വേഷണത്തിനെ അട്ടിമറിക്കാനുള്ള ഇടപെടലാണ് ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയത്? എന്തുകൊണ്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് ഇവരാരും ചിന്തിച്ചില്ല? ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരുന്നതെങ്കിൽ അയാൾ സർവീസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു സസ്പെൻഷനെങ്കിലും ഫേസ് ചെയ്യുമായിരുന്നുവല്ലോ. എങ്ങനെയാണ് അങ്ങേക്ക് ഇത് TP സെൻകുമാർ കേസുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയുന്നത്? ഡോക്ടർ സെൻകുമാറിന്റെ കേസ് കേരള പോലീസ് ആക്ടിന്റെ സെക്ഷൻ 97 പ്രകാരം പ്രകാശ് സിംഗ് കേസിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ ചുവട് പിടിച്ച് 2 വർഷം മിനിമം ടെന്യൂർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ DGP പദവിയിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിൽ അവരോധിക്കപ്പെട്ട ഒരാളെ അൺസെറിമോണിയസ് ആയിട്ട് സാക്ക് ചെയ്തതിനെ ചാലഞ്ച് ചെയ്തിട്ടാണ് അദ്ദേഹം ഫൈനലി സുപ്രീം കോടതി പോയത്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതികളുടെയും ഒക്കെ കൺകറന്റ് ഫൈൻഡിംഗ് ആണ് സുപ്രീം കോടതി സെറ്റ് അസൈഡ് ചെയ്തത്. അതും ഇതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടൊരു ഇപ്പൊ SITയുടെ ഇന്റഗ്രിറ്റി എന്താണ്, SITയുടെ കോമ്പിറ്റൻസ് എന്താണ്? വളരെ പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇത് അന്വേഷിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവരെ ആരെയും നമുക്ക് പേഴ്സണലായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അവരുടെ സർവീസ് റെക്കോർഡ്സ് ഒന്നും നമ്മൾ പരിശോധിച്ചിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷെ വളരെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വെച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഈ CCTV വിഷ്വൽസോ ഇത്ര ഒരു തെളിയിക്കാൻ, അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തിട്ട് ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങളൊന്നും റെക്കോർഡിലില്ലാതെയാണോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് DGPക്ക് പോയത്? അപ്പൊ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കോംപ്രമൈസ് ചെയ്യപ്പെട്ടോ? SITക്ക് ഒരു കേസ് തങ്ങളുടെ സുപ്പീരിയർ ഓഫീസറിനെതിരെ ഇത്ര ഗുരുതരമായിട്ടുള്ള ഇടപെടൽ, സാധാരണ സത്യസന്ധരായിട്ടുള്ള സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്രയധികം വൈകാരികമായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഔദ്യോഗികമായിട്ട് ഹറാസ് ചെയ്ത് ഇത്തരത്തിൽ അവരെ ഇന്റർഡിക്റ്റ് ചെയ്യാൻ ഒരു ADGP ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിൽ നീതിപൂർവമായിട്ട് ഫുൾ പ്രൂഫായിട്ട് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒരു SIT? ഇതൊന്നും എന്താ ശ്രീ ഹസ്കർ ബീങ് എ ലോയർ അദ്ദേഹം ഇതൊന്നും എന്താ ചിന്തിക്കാഞ്ഞത്? അപ്പൊ നമുക്ക് 2 രീതിയിൽ ഇതിനെ കാണാൻ കഴിയും. ഇതിനകത്ത് എവിടെയൊക്കെയോ ഈ അന്വേഷണം ഒരുപക്ഷെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എവിടെയാണ് ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യപ്പെട്ടതെന്ന് നമുക്കറിയില്ല. ഈ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പരിമിതി പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് ചിന്തിക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും കഴിയുകയുള്ളൂ. SIT ഇങ്ങനൊരു റിപ്പോർട്ട്, ഇങ്ങനെ ഒരു മുടന്തൻ തെളിവുകളുള്ള ഒരു റിപ്പോർട്ട്, നിലനിൽക്കാത്ത ഒരു റിപ്പോർട്ട് DGPക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം പറയേണ്ടത് SIT തന്നെയാണ്. പിന്നെ ADGPക്കെതിരെ തെളിവുകൾ വളരെ വ്യക്തമായിട്ട് റെക്കോർഡിൽ കൊണ്ടുവന്ന് ഈ മൊഴികളിലെ സത്യസന്ധത ആർജവത്തോടുകൂടി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കേരള പോലീസിനെതിരെ വളരെ ഗൗരവകരമായിട്ടുള്ള ചോദ്യം ഉയർത്തുന്നു. പിന്നെ DGP എന്തുകൊണ്ട് അത് മടക്കി എന്നതിനെക്കുറിച്ച് വളരെ സംശയാസ്പദമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കൊന്നും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ തടയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല സ്മൃതി. കാരണം പ്രൊമോഷൻ തടയണമെന്നുണ്ടെങ്കിൽ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ആർബിട്രറി ആയിട്ട് അദ്ദേഹം ഇടപെട്ടത് അന്വേഷണം അട്ടിമറിച്ചതിനെ സംബന്ധിച്ചിട്ടുള്ള നടപടി ഇവിടെ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കോടതി അദ്ദേഹത്തിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടാവില്ല.
ഇങ്ങനെയുള്ള പ്രൊമോഷൻ നടപടികളിലൊന്നും തന്നെ പ്രിയംറ്റീവ് ആയിട്ടുള്ള ഇന്റർഫറൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അദ്ദേഹത്തിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് സാധാരണ ഒരു സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്നു, ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു ഇത് ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുമായിരുന്നു. ഇത് ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇവിടെ ഒരു നടപടിയും വരുന്നില്ല. അങ്ങനെ ആരും ചിന്തിക്കേണ്ട. ഇവിടെ നീതി ഈ ഷോർട്ട് ടേമിൽ ഇവിടെ നടപ്പാക്കുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. നമ്മുടെ ജനാധിപത്യം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം നീങ്ങുന്നതെന്ന് ആശ്വസിച്ച് വിമർശിച്ചിരിക്കുക. Debate with Smriti Parathikar.